പിന്നെ സാരി എടുത്തിട്ട് പർദ്ദ ഇടണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യം. സാരി എടുത്തിട്ട് വയറ് കാണിക്കാതെ ഇവിടെ എല്ലാം സെറ്റപ്പ് അത് നടക്കുന്ന കാര്യമില്ല. എൻ്റെ കംഫർട്ടബിളാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത്, പഴയ കാലത്ത് ഒരു മുണ്ടും ബ്ലൗസും കൊണ്ടിരുന്നു അവർ വയറ് കാണത്തില്ലേ? അവർക്ക് സാരി ഉണ്ടായിരുന്നു. സാരി ഉടുക്കുന്നവരെന്നെ വയറ് മൂടിയിട്ട് മറ്റേ ഇവിടം വരെ തോർത്ത് കെട്ടി പൊതിഞ്ഞുകൊണ്ടാണോ നടക്കുന്നില്ല അവർ? ഞാനൊരു കാര്യം പറയട്ടെ, 2026 ഞാൻ 1991 ജനിച്ചെങ്കിൽ ഞാൻ എന്താ പറയുന്നത്, 1990s അങ്ങനെയൊക്കെ ഒരു ഇതിലാണ് ഞാൻ ആ ഒരു കാലഘട്ടം പറഞ്ഞ പോലെ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ രേണുസുതി. അപ്പം രേണു കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. രേണു കൊടുത്ത ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് ഇരിപ്പൊക്കെ കിടപ്പൊക്കെ പാവം തോന്നി കേട്ടോ. പക്ഷെ പറഞ്ഞൊക്കെ വരുന്ന കേട്ടാൽ എന്നാലും നമുക്ക് രേണുവിൻ്റെ ഇൻ്റർവ്യൂവിലേക്ക് പോകാം. അതിന് മുമ്പ് ഇപ്പോൾ പറയുന്ന കാര്യമല്ല പിന്നെ പറയുന്നതല്ല ഇപ്പോൾ പറയുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നെങ്കിൽ പുള്ളിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരി അത് അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്. ഇതിലേതോ ഒന്നാണ് സംഭവിക്കുന്നത്. അന്നേരം തോന്നുന്നത് ഒരു സിനിമാ കഥ മാതിരി പുള്ളിക്കാരി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പലപ്പോഴായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങളും അന്ന് നടന്ന കാര്യങ്ങളെന്നും പറയുമ്പം ആദ്യം പറഞ്ഞ കാര്യങ്ങളായിരിക്കുമല്ലോ പിന്നെ പറയുന്നത്. എന്നെയാണ് നമുക്ക് ആദ്യം തന്നെ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് കേൾക്കാം. ചേച്ചി ഇപ്പം സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ കാര്യം. ചേച്ചി കഴിഞ്ഞ ദിവസം ഒരാൾ റിയാക്ട് ചെയ്തിട്ടേക്കുന്ന വീഡിയോ ആണ്. ചേച്ചി പറഞ്ഞു സന്തോഷ നിമിഷങ്ങൾ മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ പോരെ, ഇതുപോലത്തെ കാര്യങ്ങൾ എന്തിനും ചിന്തിക്കണം. അത് മറ്റുള്ളവർ വളച്ചൊടിച്ച് ചേച്ചി സുധിച്ചേട്ടനെ മറന്നു, അത് ആ രീതിയിലേക്ക് പറഞ്ഞു. ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു? ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും കാണാറില്ല. എനിക്ക് ആരെങ്കിലും ലിങ്ക് അയച്ചു തരും, പക്ഷെ എന്നാൽ പോലും ഞാൻ കാണാറില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയില്ല പോലെ എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഞാനിതൊന്നും കാണാറില്ല. പക്ഷേ എനിക്കൊരു പോയിന്റുകൾ ഇങ്ങനെ പറയും, ഇന്ന പോലെയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പറയും. ചേച്ചി അങ്ങനെ പറയാനായിട്ട് കാരണം എന്താണ്? അങ്ങനെ പറയാനുണ്ടായ ഒരു കാരണം? ഞാനൊരു കാര്യം പറയട്ടെ, 2026 ഞാൻ 1991 ജനിച്ചെങ്കിൽ ഞാൻ എന്താ പറയുന്നത്, 1990s അങ്ങനെയൊക്കെ ഒരു ഇതിലാണ് ഞാൻ ആ ഒരു കാലഘട്ടം പറഞ്ഞ പോലെ. എങ്ങനെ ചിരിക്കാതിരിക്കും എന്ന് പറ, എങ്ങനെ ചിരിക്കാതിരിക്കും എന്നൊക്കെ കേട്ടാ. ചോദ്യങ്ങൾ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. പക്ഷെ ഒന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് പഠിച്ചേച്ച് വരിക. നേരത്തെ ക്വസ്റ്റ്യൻ എന്താണല്ലോ ഇവരും കൂടെ അറിഞ്ഞുകൊണ്ടുകൂടി കൊടുക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പം അതൊന്ന് പഠിച്ചേച്ച് വന്നിച്ച് പറയുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. നമ്മളിപ്പോൾ ഒരാൾ ജനിച്ച വർഷം ചോദിച്ചാൽ 90, 91 എന്നാണോ നമ്മൾ പറയുന്നത്? നമ്മൾ ജനിച്ച വർഷമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഓരോ വർഷം പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ 94 ആണെങ്കിൽ 94 എന്ന് പറയും, അല്ലെങ്കിൽ 95 ആണെങ്കിൽ 95. ഞാൻ 95-ലുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ 91-ലുള്ളതാണ്, 92 അങ്ങനെ പറയുന്നത്. അല്ലാതെ 90, 91 കാലഘട്ടങ്ങളിൽ ജനിച്ചെന്നൊന്നും നമ്മൾ അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. ചില സിനിമകളൊക്കെ നമ്മൾ പറയും 90, 91 കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള. അപ്പോൾ അത് കുറേ സിനിമകളെ പറ്റിയായിരിക്കും നമ്മൾ പറയുന്നത്. ഇത് എനിക്കറിയാൻ മേല. അതുപോലെ പറഞ്ഞു തന്നു, ഭർത്താവ് മരിച്ച വർഷം അങ്ങനെ പറഞ്ഞു തന്നു, 22, 23 എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങ് പറഞ്ഞു തന്നു. വിവരമില്ലായ്മ ഒരു അലങ്കാരമാക്കി കണ്ടേക്കുന്ന ഒരു വ്യക്തി പുള്ളിക്കാരി മാത്രമാണ്. എങ്ങനെ ചിരിക്കാതിരിക്കുന്നു അറിയാം. കാര്യം കൊച്ചു പിള്ളേർ പോലും കേട്ടാൽ ചിരിക്കുന്ന കാര്യങ്ങളാണ്. റിയാക്ട് ചെയ്യുന്നെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് റിയാക്ട് ചെയ്തു പോകുന്നത്. ഒന്നെങ്കിൽ സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ച് വന്നിരുന്ന് സംസാരിക്കുക. അതൊന്നാന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് ഈ പൊട്ടത്തരങ്ങൾ പറഞ്ഞു വിടുമ്പം ആൾക്കാർ ചിരിക്കും, അല്ലെങ്കിൽ വീണ്ടും അത് വിമർശിക്കാനായിട്ട് ആൾക്കാർ എടുത്തുനിന്നിരിക്കും. സ്വയം കൊടുക്കുന്ന കാര്യങ്ങളാണ്, അല്ലാതെ റിയാക്ഷൻ ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കെന്ന് പറഞ്ഞ ഒരു കണ്ടൻറ്റാണ്. എന്നുവെച്ചാൽ റിയാക്ഷൻ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ്, അവർക്ക് വീഡിയോ ഓടണം, പൈസ കിട്ടണം, അതാണ്. അതിപ്പോൾ ആരുടെ വീഡിയോ കിട്ടിയാലും അവർ കണ്ടൻറ്റായിട്ട് എടുത്ത് ചെയ്യും. പുള്ളിക്കാരിയെ കൊണ്ട് മാത്രം പുള്ളിക്കാരിയെ കൊണ്ട് മാത്രം ജീവിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പുള്ളിക്കാരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടുമ്പം അത് കേൾക്കാൻ ആൾക്കാരുണ്ട്. എന്നെ പറയുന്നുണ്ട് റിയാക്ഷൻ വീഡിയോ ഞാൻ കാണാറില്ല, എനിക്ക് ആരെങ്കിലും അയച്ചു തരുന്നതാണ്, അതാണ് കാണുന്നതെന്ന്. ചുമ്മാതാണ്. എല്ലാ വീഡിയോസും കാണുന്നുണ്ട്, റിയാക്ഷൻ വീഡിയോസും കാണുന്നുണ്ട്, അല്ലാത്ത വീഡിയോസും കാണുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ആരെങ്കിലുമൊക്കെ അയച്ചു തരുവാണെങ്കിൽ അയച്ചു തരുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് ഇത്ര കൃത്യമായിട്ട് ആ വീഡിയോയിൽ മുഴുവൻ കാര്യങ്ങളും അതിൽ അയച്ചു കൊടുക്കുന്ന അത്രയും ഭാഗങ്ങളാണ്. അതോ ഈ കാണുന്നൊരു ഒന്നെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് ഓരോന്നും കിടന്ന് പറയരുത്. നമ്മളൊരു കാര്യം കണ്ടതിന് ശേഷമേ പറയുള്ളൂ. അത് ആരാന്ന് പറഞ്ഞാലും, എത്ര നമുക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരാണെന്ന് പറഞ്ഞാലും, അവർ പറയുന്ന പോലെ എടുത്തു വെച്ച് വന്ന് റിയാക്ട് ചെയ്യാൻ നിന്നാൽ പുള്ളിക്കാരി തന്നെ ലാസ്റ്റ് എപ്പോഴേലും പെട്ടുപോകും. കാര്യം സത്യം എന്നാന്നുള്ളത് അറിയാതാണ് പറയുന്നെങ്കിൽ. ഞാനൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, ചുമ്മാതാണ്. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ലാസ്റ്റ് എന്നെ നോക്കിയിട്ട് പോയി അലമാരിയുടെ അവിടെ നിന്നിട്ട്. ഞാൻ ഉറങ്ങുമായിരുന്നു. ഞാനത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഞാൻ രാവിലെ കണ്ണ് തെളിച്ചപ്പോൾ സുധിച്ചേട്ടൻ ഒരുങ്ങി നിൽക്കുക. പോകാൻ ലാസ്റ്റ് പ്രോഗ്രാമിന് പോകുമ്പോൾ ക്രോസ് ബാഗൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുക. എന്നെ ഇങ്ങനെ കുറേ നേരം സൂക്ഷിച്ച് നോക്കി നിൽക്കുക. അങ്ങനെ നോട്ടം പതിവില്ല, ആളെ പോകാന്ന് പറഞ്ഞാൽ പോകുക. അല്ലെങ്കിൽ അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ നേരത്തെ അപ്പം പറഞ്ഞ ഔട്ട് സമയം ഇത്രയും ലേറ്റായി, നീ നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് 7 മണി കണ്ടാകും. അപ്പോൾ ആളെ നോക്കിയപ്പോഴത്തേനും ആളെന്നെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നപ്പം ഞാൻ എന്താ ഒന്നുമില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പം
എന്നെ ഇങ്ങനെ ഞാൻ കുഞ്ഞും കിടക്കുക എന്നെ ഇങ്ങനെ തൊടാതെ ഇങ്ങനെ മാറി നിന്നിട്ട് കുഞ്ഞിനിങ്ങനെ കുറേ നേരം ഉമ്മ കൊടുത്തു. അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നു സ്വിച്ചേട്ടനോട് ഇതെന്തോ സ്വിച്ചേട്ടൻ നാളെ വെളുപ്പിനെ വരുന്നതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര നേരം ഉമ്മ കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു, സമയം പോയില്ല. തിരിഞ്ഞു വന്നിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന കാര്യമാണ്. ഈ മറന്നു പോയവരായിരിക്കും, ഈ മറന്നു പോയവരോടാണ് ഞാൻ ഓർക്കുന്നത്. ചേട്ടൻ പോയതിൻ്റെ അന്നത്തെ ദിവസം പറയുന്നത്. അപ്പോൾ ആൾ തിരിഞ്ഞു വന്നിട്ട് എൻ്റെ നെറ്റി വരുമ്പോൾ വന്നിട്ട് പറഞ്ഞു, ബാവുട്ടെ പപ്പായ അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് പപ്പ കിടക്കുക ഓപ്പറേഷൻ ചെയ്ത്, നീ എനിക്ക് കുരിശ് വരച്ചേരാൻ പ്രാർത്ഥിച്ചു. ഇതിലെനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറന്നു പോകുന്നവരെ ഓർപ്പിക്കാനാണ്. ഇവരുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ മറ്റുള്ളവരാരും കണ്ടോ, അത് കണ്ടവരുണ്ടോ? മറന്നുപോയി. ഈ ഒരു കഥ ഞാനിത് ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ. ഇനി ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെ ഒരു കഥ. ഇത് ഇങ്ങനെയല്ലായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ഇവർ തമ്മിൽ എന്നതോ ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായിരുന്നു. അങ്ങനെ മിണ്ടാതിരിക്കുമായിരുന്നു. കൊച്ചിന് പല്ലുവേദനയായിരുന്നു. വീഡിയോ കോൾ ചെയ്തപ്പോഴും കൊച്ചിനെയാണ് കാണിച്ചത്. ഞാൻ മിണ്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ സോറി പറഞ്ഞ് മെസ്സേജ് ഇട്ടായിരുന്നു. ഒരു ലവിൻ്റെ സ്റ്റിക്കറും ഞാൻ ഇട്ടായിരുന്നു. എനിക്ക് പിണക്കമൊന്നും ഇല്ല കേട്ടോ എന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടായിരുന്നു. പക്ഷേ അത് സൂചേട്ടൻ കണ്ടില്ല, അതിനു മുമ്പേ പോയി എന്ന് പറഞ്ഞു. ആ മെസ്സേജ് ഒന്നും സീൻ ചെയ്തിട്ടില്ല എന്നുണ്ട്. ഇതായിരുന്നു പുള്ളിക്കാരി ആ സമയത്ത് പറഞ്ഞൊരു കാര്യങ്ങൾ. ഇപ്പോൾ അത് മാറ്റി ഇങ്ങനൊരു കഥയൊക്കെ ഇത് പറഞ്ഞത് ഇരിക്കുന്ന ഇരിപ്പിൽ ഏത് രീതിക്ക് ഈ പബ്ലിക്ക് വന്ന് പറയുന്ന പല കാര്യങ്ങളും മനുഷ്യരത് ഓർത്തിരിക്കും കേൾക്കുമ്പോഴത്തേക്ക്. ഇതൊക്കെ ഞാൻ ആദ്യ സമയങ്ങളിൽ കേട്ടാണ്. കാര്യം അന്നൊക്കെ എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും എനിക്ക് ഇവരോട് വെറുപ്പൊന്നുമില്ല. പക്ഷേ ഇവർ പറയുന്ന കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. അന്നൊക്കെ ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധയോടെ കേട്ടിരിക്കുമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു സിറ്റുവേഷന് ഇവർ ഒറ്റയ്ക്കായി പോയതിൻ്റെ ആ ഒരു ഇതൊക്കെ ഈ ചെറുപ്രായത്തിൽ വിധവയായല്ലോ എന്നതിനൊക്കെ ചെറുപ്രായത്തിൽ വിധവയാവുന്നവരുണ്ട്, ഇല്ലെന്നല്ല. എങ്കിലും അങ്ങനെ ഒരു വിഷമം ജീവിക്കാനൊരു നിവൃത്തിയില്ല. അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ കേട്ട കാര്യങ്ങൾ അങ്ങനെയായിരുന്നു. ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതല്ല പുള്ളിക്കാർ പറഞ്ഞ കാര്യങ്ങൾ ഇതിലും ഒരുപാട് തവണ കേട്ടിട്ടുണ്ടെങ്കിൽ പറയാം. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന്, മറ്റുള്ളവർ ഓർക്കാൻ വേണ്ടിയാണെന്ന്. മറ്റുള്ളവർ എന്നതിനാണ് ഓർക്കുന്നത്? ഇവരോർക്കുക. ഇവരിപ്പോൾ ഇത് പറഞ്ഞു വന്നത് എന്നാന്ന് ചോദിച്ചാൽ ആ നിമിഷം മുതൽ ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയതും എടുത്തതുമെല്ലാം ദിവസം ഓർക്കുമായിരിക്കും, ഇല്ലെന്ന് പറയുന്നില്ല, ഭർത്താവാണ്. ഇതിപ്പോൾ ഇവർ മൊത്തത്തിലൊന്ന് ചീഞ്ഞെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരുടെ UK കാമുകനും പിന്നെ മറ്റേ കാമുകനും മറിച്ചേ കാമുകനും ഇക്കായും ഒക്കെ ആയിട്ട് കുറേ പേരുകളൊക്കെ ഇങ്ങനെ വന്നായിരുന്നു. അച്ചായനും കിച്ചായനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ പേരുകൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പള്ളിയിൽ നിന്നൊരു ചോദ്യം ഉണ്ടായി. അതിന് ശേഷമാണ് ഇവർ ഈ ഒരു ഡയലോഗ് അങ്ങ് നിർത്തിയത്. ഈ കാമുകന്മാരുടെ പറച്ചിൽ ഇവരങ്ങ് നിർത്തി. മറ്റേത് എവിടെ വന്നാലും ഇവർ തന്നെയാണ് ഇത് ഇട്ട് കൊടുത്തത് ആൾക്കാരിലേക്ക്. ഇവർ തന്നെയാണ്, വേറെ ആരും ഇവരെ പറ്റി ഒന്നും പറഞ്ഞല്ല. ഇവർ തന്നെ ഇട്ട് കൊടുത്തതാണ് അങ്ങോട്ട്. ചോദിച്ചു ചേച്ചി ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോ പേരുകളാണ് വരുന്നത്. അന്ന് പല്ലി മാറി, അതിനുശേഷം നിക്കർ വിധവ വന്നു, അതിനുശേഷം ഇപ്പോൾ വന്നേക്കുന്നതാണ് മലയാളികളുടെ തമന്ന. ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു ഇനാഗ്രേഷന് പോയപ്പോഴത്തേക്ക് മലയാളികളുടെ തമന്ന, പാവങ്ങളുടെ തമന്ന, മലയാളികളുടെ അല്ല പാവങ്ങളുടെ തമന്ന. സന്തോഷമേ ഉള്ളൂ. എനിക്ക് തമന്ന മാമിനെ ഭയങ്കര ഇഷ്ടം. എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് ഇവർ ശുദ്ധയാണോ എന്ന്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ പുള്ളിക്കാരിയുടെ മനസ്സിലൊന്നും ഇരിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരി ആദ്യമേ അങ്ങനെ പാവങ്ങളുടെ മലയാളികളുടെ തമിഴ്നാട് ആഹാ എന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ. പക്ഷെ അത് ശരിക്കും എങ്ങനെയാണെന്നുള്ള പുള്ളിക്കാരി തിരുത്തി കൊടുത്തു. പുള്ളിക്കാരി ഇത് കേട്ടിട്ടില്ല എന്നുള്ള മൈൻഡിലാണ് ആഹാ എന്ന് വെച്ചത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞു പാവങ്ങളുടെ എന്നാണെന്ന്. അതാ പറഞ്ഞത്, ഇതെല്ലാം അറിയും എല്ലാം കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളി അറിയാതെ തന്നെ പുള്ളിയിലെ ഒറിജിനലായിട്ടുള്ള രൂപം പുറത്തേക്ക് വരുന്നുണ്ട്. പുള്ളിക്കാരി ഇത് അറിയുന്നുണ്ടെന്നുള്ളത്. ഇങ്ങനെ കുറേ ഇൻ്റർവ്യൂവിൻ്റെ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ് ഇവരാണ് ഇവരുടെ പുറകെ നടക്കുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് രേണുസുധിയുടെ വിവാദവും അതുപോലെ തന്നെ ബീഫ് കഴിക്കുന്നതിനെ കുറിച്ച് വിവാദമാണ്. അതുകൊണ്ട് ചോദിക്കണം, ചേച്ചി ബീഫ് കഴിക്കാറുണ്ടോ? ഇല്ല. അതിൻ്റെ ഗ്രേവി മാത്രം, കരളില്ലേ, ദൈവമേ അടുത്ത വിവാദമുണ്ട്. അതിൻ്റെ കരളില്ലേ, അത് മാത്രം, അത് സോഫ്റ്റ് അല്ലേ. ബീഫിൻ്റെ കൂടെ കരൾ കിട്ടത്തില്ലേ, ആ കരൾ മാത്രം കഴിക്കും. ബീഫ് കഴിക്കാറില്ല. എൻ്റെ പൊന്നി ചെറുക്ക, അതിന് പല്ലൊന്നുമില്ല. അതിനാകെപ്പാടെ മുന്നിൽ കുറച്ച് പല്ല് മാത്രമേ ഉള്ളൂ. അതൊരു ബിസ്ക്കറ്റ് പോലും നുണഞ്ഞാണ് കഴിക്കുന്നത്. അതിനോട് ബീഫ് കഴിക്കുമെന്ന് ചോദിച്ചാൽ അത് എവിടെ വെച്ച് ചവയ്ക്കാനായിട്ടാണ്? കരളാകുമ്പോൾ പിന്നെ ഫ്രണ്ടിലത്തെ രണ്ട് പല്ല് തന്നെ വെച്ചാൽ ചവച്ച് എങ്ങനെയൊക്കെ അങ്ങ് ഇറക്കാൻ നോക്കാം. ബീഫ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല, അത് ചവയ്ക്കേണ്ട രീതിക്ക് തന്നെ ചവച്ചാലേ പറ്റുള്ളൂ. ആ പാവത്തിനോട് ചോദിക്കുന്ന ചോദ്യമൊക്കെ ബീഫ്, രേണുസുധി ഒരു വിവാദം, അതുപോലെ തന്നെ ബീഫും, ഇതൊക്കെ ഞങ്ങളാരും കേട്ടിട്ടില്ല കേട്ടോ. ഞങ്ങളൊക്കെ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പല്ലിൻ്റെ മുന്നിലോട്ടിട്ട് അതെങ്ങനെ ചവച്ചിറക്കും? അത് പാവത്തിനോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഇതിനോട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിനെ കളിയാക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇനി പുള്ളിക്കാരി തന്ന ക്വസ്റ്റ്യൻ ആണോ എന്നറിയത്തില്ല. ഇതൊക്കെ കുറേ ക്വസ്റ്റ്യനൊക്കെ പുള്ളിക്കാരി മറ്റുള്ളവർക്ക് കൊടുത്ത് പറയിക്കുന്നുണ്ട്. അത് കാര്യം പല റീൽസിലും പുള്ളിക്കാരി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു, രേണുസുധി തന്നെ കൈകൊണ്ട് ചോറ് വാരി ഉണ്ണുന്നു. ഈ ഒരു ചാനൽ തന്നെയാണ് ഇവർ പുറകെ നടക്കുന്നത്. അന്നേരം പറയുന്നു അത് തന്നെയായിരിക്കും അതിൻ്റെ ക്യാപ്ഷനും, രേണുസുധി തന്നെ കൈകൊണ്ട് ചോറ്, പിന്നെ ബാക്കിയുള്ളവരെല്ലാം വേറെ വല്ലതും കൊണ്ടാണോ തിന്നുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ്.
യൂട്യൂബിൽ ഒരാൾ റിയാക്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. രേണുവിൻ്റെ UK കാമുവിൻ്റെ ഭാര്യ രംഗത്ത്. എനിക്ക് UK കാരനുമില്ല കാമുവിനുമില്ല, ഭാര്യ രംഗത്ത് വരുന്നില്ല, തീർന്നു. അല്ല, അങ്ങനെ ഒരു വ്യക്തി, ഒരു സ്ത്രീ ഒരു വീഡിയോ ഇട്ടിരുന്നു. എനിക്കറിയില്ല. അപ്പോൾ ഈ പറയുന്നവർക്ക് UK കാരൻ, എനിക്ക് അങ്ങനെ ഒരു UK ആര് പറഞ്ഞു കാമുകൻ? എനിക്ക് കാമുകനുണ്ടെന്ന് ഞാൻ കൺഫേം പറഞ്ഞു, അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് കാമുകനും ഇല്ല, UK കാമുകൻ്റെ ഭാര്യയും രംഗത്ത് വന്നിട്ടില്ല, ഒരുത്തരും രംഗത്ത് വന്നിട്ടില്ല. ഇങ്ങനെ അപ്പോഴത്തേക്ക് നെഗറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ചേച്ചിക്ക് പരാതി കൊടുത്തൂടെ? എന്തിനാണ് അതിലെ പരാതി കൊടുക്കുന്നത്? പരാതി കൊടുത്തിട്ട് എന്താ പ്രയോജനം? എൻ്റെ ദേഹത്ത്, ഞാൻ പണ്ട് പറയുന്ന പോലെ എൻ്റെ ദേഹത്ത് വന്ന് അടിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് വേദന വരും. ഇവരവിടെ പ്രതി ചിലക്കട്ടെ, അവർക്ക് ഉപജീവന മാർഗം അതായിരിക്കും. എന്നെ 2 തെറി പറയുക, 2-3 നല്ല റീച്ച് കിട്ടുക, അതായിരിക്കും അവരുടെ ഉപജീവന മാർഗം. ഇതിൽ ഇത്രയും ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഇവരുടെ പേര് കേസ് കൊടുക്കാൻ പാടില്ല എന്നാണ്. ചേച്ചിക്ക് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ചേച്ചി തന്നെയാണ് ഈ കാര്യങ്ങൾ വന്ന് പബ്ലിക്കിലേക്ക് പറഞ്ഞേക്കുന്നത്. UK കാരനുണ്ടെന്നും ഇക്കായാന്നും തട്ടവിടുന്നും ഇതെല്ലാം ഇവർ തന്നെയാണ് ഓരോ ഇൻ്റർവ്യൂ വന്നിരുന്ന്, എനിക്കൊന്ന് ഇവരുടെ തന്നെ ചാനലിൽ എന്ന് തോന്നും ഇൻ്റർവ്യൂ വന്നിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അറിയാതെ വായിന്ന് പോയോ എന്നും പറഞ്ഞൊക്കെ വാ പൊത്തിപ്പിടിക്കുകയും ഭയങ്കര ആ ഒരു വീഡിയോ എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തായിരുന്നു. പുള്ളിക്കാരി തന്നെ അറിയാതെ പറഞ്ഞു പോയല്ലോ, ഇനി ഇത് അറിയുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കാമുകനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവർ തന്നെയാണ് ഈ UK കാരൻ്റെ കാര്യവും ഈ ഇക്കയുടെ കാര്യവും എല്ലാം ഇവർ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. വേറെ ആരുമല്ല ഇതൊക്കെ പറഞ്ഞേക്കുന്നത്. അത് മറ്റുള്ളവരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. കള്ളു കുടിക്കുന്ന കാര്യമാണ് എല്ലാം ഇവർ തന്നെയാണ് വന്ന് പറയുക. ആരും പുറത്തുനിന്ന് വന്ന് ആരും അതിനുള്ള അഭിപ്രായങ്ങൾ പറയുമോ, ആരും അത് റിയാക്ട് ചെയ്തില്ല. പിന്നെ ഈ അവരെ കൊണ്ട് എങ്ങനെയാണ് കഴിയട്ടെ എന്നോ അങ്ങനെ എന്താ പറഞ്ഞു തോന്നല്ലേ, അങ്ങനെ ഏതാണ്ട് കാര്യം പുള്ളിക്കാരിനകത്ത് പറയുന്നുണ്ട്. ഇവർ റിയാക്ഷൻ വീഡിയോക്കാരെ കൊണ്ടാണ് ഇവർ കഴിയുന്നത്. ഇവരെ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പബ്ലിക്കിലേക്ക് ഇവർ ഇങ്ങനെ കയറി വരുന്നത്. ഇവരെ റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കൊന്ന് ഈ ഇൻ്റർവ്യൂ അങ്ങോട്ട് പോയിട്ടില്ലെന്ന് തോന്നുന്നു വലുതായിട്ട്. ഇനി ഇപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഇന്ന് രാവിലെ കൂടെ നോക്കുന്ന സമയത്ത് വലുതായിട്ട് പോയിട്ടില്ല. വളരെ കുറച്ച് പൈസ കിട്ടിയിട്ട് സാധാരണ അങ്ങനെ ഇവർ വീഡിയോ ഒക്കെ ഇങ്ങോട്ട് ഇട്ട് ഇൻ്റർവ്യൂ ഒക്കെ കയറി പോകുന്നതാണ് നല്ലപോലെ. എനിക്കൊന്ന് ഇവരും ഔട്ടായി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇവർ ഔട്ടായി തുടങ്ങി എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് തോന്നുന്നു ഇതൊക്കെ. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഫീൽഡെന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം നീക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ, അന്നേരത്തെ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ. ഒരു വെള്ളത്തിലെ കൊമള പോലെയാണ് ഈ ഒരു സിനിമ ഫീൽഡെന്ന് പറഞ്ഞാലും ഈ സീരിയലാണെങ്കിലും ഇതിനകത്തെല്ലാം ഒരു വെള്ളത്തിലെ കൊമള പോലെയാണ്. അതാ ഇത്രയുള്ള അതിൻ്റെ ആയുസ് വളരെ കുറച്ചേ ഉള്ളൂ. അതും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവർ ഔട്ടായി അടുത്തയാൾ കയറുവാണ് ചെയ്യുന്നത്. വേറൊരു സംഭവമാണ്, രേണു ഇനിയും ഓവറായിട്ടുള്ള ഇൻറ്റിമേറ്റ് സീനുള്ള ആൽബം ചെയ്യില്ല, അതിനെതിരെ കിച്ചു പ്രതികരിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് വീഡിയോ കുറേ പേര് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ പറയുന്നവരുടെ മക്കളായിരിക്കും പ്രതികരിച്ചത്. എനിക്കറിയാം, എൻ്റെ മകൻ ഇന്ന് വരെ എൻ്റെ ആൽബത്തിനെ പറ്റിയോ ഞാൻ ചെയ്ത ഒരു വർക്കിനെ പറ്റിയോ ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് അവന് മനസ്സിലാകുന്നിട്ട് എന്നോട് ചമ്മ അതിൻ്റെ കഥയൊന്ന് പറഞ്ഞു. അമ്മേനെ ആരൊക്കെയാണ് അതിനകത്ത് പ്രേമിച്ചത്, അമ്മയെ അങ്ങോട്ട് പ്രേമിച്ചാണ് ഇങ്ങോട്ട് കഥ സ്റ്റോറി അത് ഞാൻ പറഞ്ഞു കൊടുത്തു. അതല്ലാതെ ഞാൻ ഇനി ഇൻറ്റിമസി സീൻ ഉണ്ടെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഇനിയും രേണുസുതി അഭിനയിക്കും, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീനാണെങ്കിൽ രേണുസുതി അഭിനയിക്കും. അതുപോലെ ഈ ഒരു പറയുന്ന കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാര്യം ഇവർ തുറക്കുന്ന തന്നെ കൂടുതലും നുണ പറയാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോയ്ക്കകത്തുണ്ടായിരുന്നു കിച്ചുവിൻ്റെ കൂട്ടുകാരും കൂടി ഇരുന്നൊരു ലൈവ് അതിനകത്ത് ആരോ ചോദിച്ചു അമ്മയുടെ വീഡിയോസൊക്കെ കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ കിച്ചു അതിനകത്ത് നല്ല വ്യക്തമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ചെയ്തതാണ്. കിച്ചു പറയുന്നത് ഞാൻ അമ്മയുടെ വീഡിയോസേ കാണാറില്ല, അതും എന്നെ അറിയാതെങ്ങാനും വന്നു പോയാൽ ഇങ്ങനെ തട്ടി വിടത്തേ ഉള്ളൂ, അതിന് അടുത്തിരിക്കും ചെറുക്കം തട്ടി വിടുന്ന ശക്തിക്ക് ഫോൺ വരെ തെറിച്ച് പറയണ്ട. അതാണ് മകൻ പറഞ്ഞ് മറുപടി അമ്മയുടെ വീഡിയോസ് കാണുന്നത്. ഇത് വെറുതെ ഇവരെന്നതൊക്കെയോ ഇങ്ങനെ ഉണ്ടാക്കി. പക്ഷേ ഇതൊക്കെ വേറെ സൈഡിൽ കൂടെ സത്യങ്ങളും പോകുന്നുണ്ട്. കിച്ചുവിൻ്റെ വായും തന്നെ വന്ന കാര്യമല്ല, വേറെ ആരും പറഞ്ഞാൽ കിച്ചുവിൻ്റെ വായും തന്നെ വന്ന കാര്യമാണ്. അതുകൊണ്ട് മകൻ അതിനെ എതിർക്കുന്നില്ല എന്നൊന്നും പറയണ്ട. പിന്നെ മകൻ എതിർക്കാനായിട്ട് ആ ചെറുക്കൻ ഇവരെ മൈൻഡ് പോലും ചെയ്യാറില്ല. അവൻ്റെ പാട് നോക്കി കിടക്കുന്നിടത്ത് ഇവരെ എവിടെ മൈൻഡ് ചെയ്യാൻ, ഇവരെ എവിടെ എതിർക്കാനായിട്ട്. വൈറലാകുന്നു. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇനാഗ്രേഷനും മറ്റ് സംഭവങ്ങളും കാണിക്കാൻ വേണ്ടിയാണ് അറ്റവും മൂലയില്ലാത്ത തുണി ഇട്ടുകൊണ്ട് വരുന്നത്. ഇന്ന് വരെ ഞാൻ അറ്റവും നൂലും ഇല്ലാത്ത തുണി ഇട്ടിട്ടുണ്ട്, ഇന്ന് വരെ ഇട്ടിട്ടുണ്ട്. ഈ പറയുന്നത് കാണിച്ചു തരട്ടേന്നേ, അറ്റവും നൂലും ഇല്ലാത്ത തുണി. ഇന്ന് നൂലുകാരെ പറഞ്ഞപ്പോൾ ഇന്ന് പാവാടവള്ളി എന്തോ ഡാൻസ് കളിച്ചപ്പോൾ കണ്ടെന്ന് തോന്നുന്നു. അതിന് വലിയ ഇനി വിവാദമാകും കേട്ടോ. പാവാടവള്ളി കണ്ടെന്ന് എനിക്കൊന്നും വിഷയമല്ല. പാവാട ഇടുന്നൊരു പാവാടവള്ളി കാണും, എന്നിട്ടാലും അത് വള്ളി കണ്ടാൽ എന്താണ് വിഷയം? ഇടുന്നതുകൊണ്ടല്ലേ കാണുന്നത്, ഇടാതിരിക്കുന്നില്ലല്ലോ. അപ്പം പിന്നെ എന്താ പറയുക, ഞാൻ ഇടുന്ന എല്ലാം എൻ്റെ ശരീരത്തിനനുസരിച്ചുള്ള
നിങ്ങൾക്കൊക്കെ നേരിട്ട് എന്നെ കാണുന്നവർക്കറിയാം, ഞാൻ ഈ ക്യാമറയിലോ മൊബൈലോ ടി വിയിലോ കാണുന്ന ആളല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആണോ? ആളല്ല. അപ്പോൾ എനിക്ക് ചേരുന്ന ഡ്രസ്സുകളാണ് ഞാൻ ഇടാറുള്ളത്. എനിക്ക് എന്താണോ കംഫർട്ടബിൾ അത്. പിന്നെ സാരി എടുത്തിട്ട് പർദ്ദ ഇടണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. സാരി എടുത്തിട്ട് വയറ് കാണിക്കാതെ ഇവിടെ എല്ലാം സെറ്റപ്പ് അത് നടക്കുന്ന കാര്യമില്ല. എൻ്റെ കംഫർട്ടബിളാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത്, പഴയ കാലത്ത് ഒരു മുണ്ടും ബ്ലൗസും കൊണ്ടിരുന്നു അവർ വയറ് കാണത്തില്ലേ? അവർക്ക് സാരി ഉണ്ടായിരുന്നു. സാരി ഉടുക്കുന്നവരെന്നെ വയറ് മൂടിയിട്ട് മറ്റേ ഇവിടം വരെ തോർത്ത് കെട്ടി പൊതിഞ്ഞുകൊണ്ടാണോ നടക്കുന്നില്ല അവർ? എൻ്റെ വയറ്, ഞാൻ ഇപ്പോഴും പറയുന്നത്, എൻ്റെ വയറ് കംഫർട്ടബിളാണ് കാണിക്കുക. എനിക്കിഷ്ടമാണ് എൻ്റെ വയറ്. ഇത് കാണട്ടെ, അതിനകത്ത് ഒരു വൃത്തികേടും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പണ്ട് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ മുണ്ടും ബ്ലൗസ്, അപ്പൂപ്പന്മാർ വന്നിട്ടുണ്ട് നടക്കത്തില്ലായിരുന്നു, അമ്മൂമ്മമാരുള്ളായിരുന്നു മുണ്ടും ബ്ലൗസ് കൊടുക്കുന്നുണ്ടായിരുന്നു പണ്ടുള്ള. അത് ഇച്ചിരി ഏജ് ഓവറൊക്കെ ആയിട്ടുള്ള ഇച്ചിരി പ്രായം ചെന്ന അമ്മൂമ്മമാരൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ ഒരു തോർത്തൊന്നും ഇടാതെ നടക്കുക. വെച്ചാൽ അവർ അത്രയും പ്രായമായി ആ ഒരു ഇതിലാണ് അവർ നടക്കുന്നത്. പിന്നെ അവർ കൊണ്ടുപോയി അവരുടെ മുണ്ടുടുക്കുന്നത് പുക്കളിന് താഴെ വെച്ചല്ലായിരുന്നു. ആ ഉടുക്കുന്നതിനൊക്കെ ഒരു രീതിയുണ്ട്. വേറൊരു കാര്യം, മുണ്ടും ബ്ലൗസും ഇട്ട് നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. അവരുടെ മേത്തൊരു തോർത്തിട്ടുകൊണ്ടാണ് നടക്കുന്നത്. അല്ലാതെ നടക്കുന്ന പെണ്ണുങ്ങൾക്ക് വേറെ പേര് പറയും. അങ്ങനെ മുണ്ടും ബ്ലൗസും മാത്രം ഇട്ട് എല്ലായിടവും കാണിച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ, അത് ഏത് തരക്കാരായിട്ടുള്ള പെണ്ണുങ്ങളാണെന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പഴയ ആൾക്കാരെ കൂട്ടുപിടിച്ച് മോള് ഇങ്ങനത്തെ വേഷങ്ങൾ കിട്ടി അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരാൻ നിൽക്കേണ്ട. പണ്ടുള്ളവരെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ മീഡിയയുടെ മുന്നിലൂടെ വന്ന് ഇങ്ങനെ ഓരോന്നും കാണിക്കുകയല്ല ചെയ്തത്. പഴയ സിനിമകൾ പോലും നിങ്ങൾ എടുത്തു നോക്ക്. പഴയ കാലത്ത് ഷീലയുടെയൊക്കെ സിനിമകളാണെങ്കിൽ പോലും അവർ ആ മുണ്ട് ഉടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്ക്. അവർ പുക്കളുടെ താഴെ കൊണ്ടുവച്ച്, ജയഭാരതിയുടെ സിനിമയിലൊക്കെ ഉണ്ട് അങ്ങനെ. അവരങ്ങനത്തെ ആ ഒരു ഇതായിട്ട് അവരങ്ങനെ കാണിക്കുന്നതാണ് ആ വേഷങ്ങളായിട്ട്. അതുകൊണ്ട് അവർ എന്തെല്ലാം എന്നൊക്കെ ആൾക്കാർ പറയുമായിരുന്നു. ഇവർ പണ്ടുള്ള അപ്പൂപ്പനെയും അമ്മൂമ്മയും ഒന്നും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവരുടെ ഈ കോലംകെട്ടലിന് കൂട്ടു നിൽക്കേണ്ട. ആ പണ്ടുള്ളവർ എത്രയാണെന്ന് പറഞ്ഞാൽ അവരൊരു മുണ്ടെടുക്കുമ്പോൾ കയ്യിലൊരു തോർത്തില്ലെന്ന് പറഞ്ഞാൽ പോലെ ഒരു മനുഷ്യരും പെട്ടെന്ന് ആ മുണ്ടിൻ്റെ തുമ്പ് ശകലം കാണും, അതെടുത്ത് പെട്ടെന്ന് ബ്ലൗസിൻ്റെ ഇങ്ങോട്ടങ്ങ് തിരികെ വെക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ഇവർ കാണിക്കുന്ന പോലെ ഇതിപ്പോൾ കാണിക്കുന്നുണ്ടല്ലോ, ഡാൻസ് കളിക്കുമ്പോഴത്തേക്ക് അവരുടെ സാരി മാറിപ്പോകുമ്പോൾ അവർ പിടിച്ചിടാൻ നോക്കുന്നുണ്ടല്ലോ. പക്ഷേ അത് ഇടയ്ക്ക് പിന്നെ എപ്പോഴും സാരിയുടെ തുമ്പെടുത്ത് വെക്കുന്നുണ്ട്. വയറ് മുഴുവനും സാരി ഉടുക്കുമ്പം മുഴുവനും പിന്ന് കുത്തി അങ്ങ് മേള് വരെ ചെയ്യണമെന്നില്ല. ഞങ്ങളൊക്കെ സാരി ഉടുക്കുന്നതാണ്. പക്ഷേ സാരി ഉടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് എല്ലായിടും കാണിച്ചുകൊണ്ടല്ല സാരി ഉടുക്കുന്നത്. അതൊക്കെ ഒരു നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പറഞ്ഞാണ് ശരി. നിങ്ങൾക്ക് കാണിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നത് അങ്ങനെ പറയണം. അല്ലാതെ പണ്ടുള്ള ആൾക്കാരെ കൂട്ടുപിടിച്ച് വെച്ച് ആയിരിക്കരുത് കാണിക്കുന്നത്. പിന്നെ എല്ലാ വീഡിയോയിലാണേലും അല്ലാതെ തന്നെ നിങ്ങളെടുക്കുന്ന വീഡിയോയിലാണേലും നിങ്ങൾ കാണിക്കുന്ന കോലങ്ങളെന്ന് പറഞ്ഞ് നിങ്ങൾ ഡ്രസ്സ് നൂലും തുണിയില്ല അങ്ങനെ ഇട്ടെന്ന് പറഞ്ഞു. എന്തോരം ഡ്രസ്സുകൾ നിങ്ങളങ്ങനെ ഇട്ടുകൊണ്ട് വരുന്നത്, ആ നിക്കർ ഇട്ടുകൊണ്ടൊക്കെ, അതൊക്കെ എന്നാണ് നിങ്ങൾ കാണിച്ചേക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല എന്ന് നിങ്ങൾ ന്യായീകരിക്കുന്നതുകൊണ്ട് മാത്രം പറഞ്ഞാണ്. അത് നിങ്ങൾക്ക് ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഡ്രസ്സ് ഏത് വേണമെങ്കിലും ധരിക്കാം. പിന്നെ നിങ്ങളതൊന്നും ഇട്ടിട്ടില്ല, പിന്നെ എന്നതിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞാണ്. അങ്ങനെയുള്ള നിക്കറും കാര്യങ്ങളും ഒക്കെ ഇട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് നിക്കർ വിധവ എന്നുള്ള പേര് തന്നെ വന്നത്. ആ നിക്കർ ആദ്യം ഇച്ചിരി ഇറക്കം കൂടെയുള്ള നിക്കർ, മുട്ടിനാണ് നിൽക്കുന്ന നിക്കറായിരുന്നു. അത് പിന്നെ മുട്ടിന് മേളിൽ നിൽക്കുന്നതായി. പിന്നെ അത് ശരിക്കും അങ്ങ് കയറി ഒത്തിരി ഇറക്കം കുറഞ്ഞൊരു നിക്കറായി. അങ്ങനെയാണ് നിങ്ങൾക്ക് നിക്കർ വിധവ എന്നുള്ള പേര് വന്നത്. ആദ്യം നിങ്ങൾ ഈ ബർമുഡ പോലത്തെ സൈസൊക്കെ ഇട്ട് നടക്കുമ്പോൾ ആരും നിങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മുട്ടിന് മേളിൽ പിന്നെ കയറി അതിൻ്റെ ഇറക്കം കുറഞ്ഞു വന്നപ്പോഴാണ് നിങ്ങൾക്കത് നിക്കർ വിധവ എന്നുള്ള പേര് തന്നെ വീണത്. അതുകൊണ്ട് പണ്ടുള്ളവരെ നിങ്ങൾ കൂട്ടുപിടിച്ച് നിങ്ങൾ ചെയ്യുന്ന തെറ്റിന് അവരെ കൂട്ടുപിടിച്ച് നിങ്ങളെ ന്യായീകരിക്കാൻ നോക്കണ്ട. എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ഞാൻ ഒരിക്കലും ഒരവസരങ്ങളും ആരോടും ചോദിച്ചു നടന്നിട്ടില്ല. എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ഞാൻ വിനിയോഗിക്കുന്നു. ചെറിയ പൈസയിൽ ഞാൻ ജീവിക്കുന്നു, എൻ്റെ മക്കളെ നോക്കുന്നു, അത്രയേ ഉള്ളൂ. അതിനകത്തിപ്പോൾ കുറ്റം കണ്ടെത്തിയിട്ട് എന്ത് കാര്യം? ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഏത് വീഡിയോ ഇട്ടാലും വന്നിട്ട് കുറേ ആൾക്കാർ ബാഡ് കമൻറ്റ് ഇടുന്നുണ്ട് രേണുവിൻ്റെ വീഡിയോയുടെ താഴെ. പക്ഷേ രേണു എവിടെ പോയി ഇറങ്ങിയാലും ആൾക്കാർ ഒന്ന് ചേർത്ത് പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, സെൽഫി എടുക്കുന്നു. പക്ഷെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കുറേ ബാഡ് കമൻറ്റ്സ്. പക്ഷെ പേഴ്സണലി ഡയറക്റ്റ് പോകുമ്പോഴത്തേക്കും ഭയങ്കര സ്നേഹമാണ് ഇതിൻ്റെ നേരിട്ട്. അതെല്ലാവരും പറയും നേരിട്ട്. ഈ കൊച്ചിനെയാണോ കുറ്റം പറഞ്ഞത്? ഈ കൊച്ചിനെയാണോ ഇങ്ങനെ വികൃതമാക്കി സംസാരിക്കുന്നത്? കാരണം അവർ നോക്കും. ഞാനിത് പൊക്കി പറയുന്നത് എനിക്കറിയില്ല, അവരാണ് പറയുന്നത്. നല്ല ഭംഗിയുള്ള കുട്ടി, ഈ കുട്ടീനെയാണോ ഇങ്ങനെ പറയണത്? അങ്ങനെ ഇങ്ങനെ. അത് തന്നെയല്ല, ഒരുപാട് പേര്, ഒരു മനുഷ്യൻ പോലും നേരിട്ട് ഇന്ന് വരെ ഒരു നെഗറ്റീവ് എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല. അതാണ് ഇപ്പം അഖില പറഞ്ഞ പോലെ ഒരു കൂട്ടം ആൾക്കാർ എനിക്കെതിരെ ഉണ്ട്. കമൻസിനായാലും
ഇതിനായിട്ട് എനിക്കെതിരെ ഒരു കൂട്ടം ആൾക്കാർ രംഗത്തുണ്ട്. അത് അവർ ചെയ്തോട്ടെ. ദൈവം എന്ന് പറയുന്നൊരു ശക്തി ഉണ്ടല്ലോ, അത് എവിടെയാണ് സത്യം എവിടെയാണെന്ന്. പിന്നെ ലാസ്റ്റ് വീണ്ടും ഞാൻ പറയാണ്, ഞാനൊരു മനുഷ്യനാണ്. ഞാൻ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പ്രതിമ കൊണ്ടുണ്ടാക്കിയ ഒരാളല്ല. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പോലെയുള്ള ജീവനുള്ളൊരു മനുഷ്യനാണ്. ഇനി ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്ന അവസാനം പറഞ്ഞ കാര്യത്തോട്. കാര്യം ഒരുപാട് പേര് തെറി പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്കും വിഷമം തോന്നാറുണ്ട് കേട്ടോ. ഒരു മനുഷ്യനാണ്, ജീവനുള്ള ഇതാണ്. അവരെ തെറി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും വിഷമം തോന്നാറുണ്ട്. പാവമുണ്ടല്ലോ, അവരെന്തിനാണ് ഇങ്ങനെയൊക്കെ തെറി പറയുന്നത് എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. അവരെ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ അത് നോക്കണ്ട എന്നേ ഞാനും പറയുന്നുള്ളൂ. പക്ഷേ ഇതിൽ വേറൊരു കാര്യം പറയാം. രേണുവിന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാരല്ല, അങ്ങനെയൊന്നും ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനാണേലും ഒരു വീഡിയോ ഇട്ടാൽ നമ്മളെ ചീത്ത വിളിക്കുന്ന ആൾക്കാർ കാണും. നമ്മളെ ഇഷ്ടമില്ലാത്തവർ കാണും. അവർ നമ്മളെ ഓരോന്നും പറഞ്ഞു തന്നിരിക്കും. അല്ലാതെ അത് കൂട്ടമായിട്ട് ആക്രമിക്കുന്നില്ല. പക്ഷേ അതിന് വീണ്ടും അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അത് വീണ്ടും ഒരുപാട് ആളുകളിലേക്ക് പോകുന്നത്. നിങ്ങൾ മാന്യമായിട്ട് പോയി അഭിനയിച്ച് മാന്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളെ ഒരു മനുഷ്യരും ഒന്നും പറയത്തില്ല. നിങ്ങൾ കാണിക്കുന്ന കോലങ്ങൾ മൊത്തം, പിന്നെ നിങ്ങൾ അങ്ങനത്തെ ഡ്രസ്സ് ഇരുന്നെങ്കിൽ ഇട്ട് നടന്നോ, അതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളത് വീഡിയോ ആക്കി വീണ്ടും അത് ഈ ഇൻസ്റ്റയിലോട്ടും ഒക്കെ ഇടുമ്പോഴത്തേക്കാണ് ആൾക്കാർക്ക് ഓരോന്നും പറയാനിരിക്കുന്നത്. ശരിയാണ്, നിങ്ങൾക്ക് ഓർവണ്ണമില്ല, നിങ്ങളുടെ ബോഡിക്ക് അത് കറക്റ്റാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു കേരളത്തിൻ്റെ ഒരു കൾച്ചറുണ്ട് ഇല്ലേ, നമ്മൾ ഇവിടെ വിട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക്, കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത്രയും പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷേ ഈ കേരളത്തിൻ്റെ ഒരു കൾച്ചറുണ്ട്. നമുക്ക് ഒരു പെണ്ണെന്ന് പറയുമ്പോഴത്തേക്ക് ആയിട്ടുണ്ടാക്കുന്ന ഡ്രസ്സിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ പറയായിരിക്കും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി എനിക്ക് ജീവിക്കാൻ പറ്റിയിരുന്നത്. അങ്ങനെ പറ്റത്തില്ലെന്ന് പറയുമ്പോഴാണ് മറ്റുള്ളവർ ഇങ്ങനെയുള്ള കമൻറ്റുകൾ പറയുന്നത്. പിന്നെ ഇവരെ കാണാൻ കൊള്ളുകയല്ലെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവരെ സാരി കൊടുത്ത് ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞാലും ഇവർ നല്ല സുന്ദരിയായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര എനിക്കിഷ്ടമാണ് ഇവർ സാരി കൊടുത്ത് വരുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സെറ്റൊക്കെ കൊടുത്ത് വന്നപ്പോഴത്തേക്കും നല്ലൊരു സൗന്ദര്യം എനിക്ക് തോന്നി. അവരെ ഒത്തിരി പേര് കളിയാക്കാറുണ്ട് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എല്ലാവരും ഐശ്വര്യ റായെ പോലെ ഒന്നും ഇരിക്കത്തൊന്നുമില്ല. അവരവരുടേതായ സൗന്ദര്യങ്ങളുണ്ട്. അവരിലും ഉണ്ട് സൗന്ദര്യം, ഇല്ലെന്ന് പറയുന്നില്ല. അവരുടെ കണ്ണൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല ഉരുണ്ട വലിയ കണ്ണുകളാണ്. പിന്നെ ഇവരുടെ വായിന്ന് വരുന്ന വർത്തമാനങ്ങളിലാണ് കൂടുതലും എല്ലാവരും ഇവരെ എതിർത്ത് പോകുന്നത്, ഇവരെ വെറുപ്പായി പോകുന്നത്. സുധി എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ അവർ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ പേരിലല്ലേ ഞാൻ അത് ഒരു ഇതായിട്ട് ലേബലായിട്ട് വെക്കുന്നത്, നിങ്ങൾക്ക് എന്നാന്ന് ചോദിക്കുന്നില്ല. ഒരു കുഴപ്പവുമില്ല, ആ ഒരു ലേബലിൽ തന്നെ നിങ്ങൾ നിൽക്കണമെന്ന് തന്നെ, അതിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആ പേരും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് UK-കാരനുണ്ടെന്നും നിങ്ങൾക്ക് ഇക്കായുണ്ടെന്നും കാമുകന്മാരുണ്ടെന്നും എനിക്ക് മറ്റതുണ്ടെന്നും മറിച്ചുണ്ടെന്നും ഞാൻ കെട്ടാൻ പോകുന്നു, ഞാൻ കല്യാണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴത്തേക്കാണ് ആൾക്കാർ നിങ്ങൾ ഓരോന്നും പറയുന്നത്. നിങ്ങൾ കെട്ടുന്നെങ്കിൽ കെട്ടിക്കോ, നിങ്ങൾ വിവാഹം കഴിച്ചോ കഴിക്കേണ്ടെന്നൊന്നും ആരും ഒരു റിയാക്ഷൻ വീഡിയോക്കാരും അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ ഇങ്ങനെ മോശമായിട്ട് ഇത് കാണിക്കും. പിന്നെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നമുക്ക് വീട്ടുകാർക്ക് കാണാൻ പറ്റുന്ന, ഒരു കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന വീഡിയോകൾ ചെയ്യുന്നതാണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്തപ്പം അങ്ങനെ റിയാക്ട് ചെയ്തത്. പിന്നെ നിങ്ങൾ പറഞ്ഞു പോകുന്നതും വരുന്നതും എല്ലാം നിങ്ങൾ എല്ലാവരോടും പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പോകുന്നതും വരുന്നതും നിങ്ങൾ പറയുന്നത് തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ്. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇവർ തന്നെയാണ് നിങ്ങൾക്ക് നെഗറ്റീവ് തരുന്നത്, അല്ലാതെ ആരുമല്ല. റിയാക്ഷൻ വീഡിയോക്കാർ ഇങ്ങനെ നോക്കിയാണ് ഇരിക്കുന്നത്, എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. അത് നിങ്ങളുടെ വായിൽ നിന്നും ഈ ചോദ്യം ചോദിക്കുന്നവരുടെ വായിൽ നിന്നും കൂടെ കിട്ടുമ്പോഴത്തേക്ക് അത് എടുത്തിട്ട് വെച്ചിട്ട് നിങ്ങൾ പെരുമാറുന്നു. പിന്നെ ഇതിനകത്ത് പറയുന്നത് കേട്ടായിരുന്നു, ഇവരുടെ കരീഷ്മ അവരുടെ PA എന്നല്ലേ മാനേജർ, അങ്ങനെ എന്തോ തോന്നും. അങ്ങനെ അവരെ ഇവരെയും കൂടെ ചേർത്ത് വേണ്ടതിന് ഞാൻ ഇതുവരെയും കേട്ടില്ല കേട്ടോ. എനിക്കറിയത്തില്ല പുള്ളിക്കാരിക്ക് മാനേജറൊക്കെ വെക്കാനായിട്ടുള്ള ഇതൊക്കെ ആയോ എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ കളിയാക്കുന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കരീഷ്മയുടെ ഇത് വെച്ച് അവർ രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഒരു മോശം ഇതായിട്ട് പറഞ്ഞ് ഞാനിതുവരെയും കേട്ടിട്ടില്ല കേട്ടോ. ഇനി എനിക്കറിയില്ല, ഞാനൊരു കമൻറ്റിലൂടെ ഒന്നും അങ്ങനെ ശ്രദ്ധിച്ചതിനകത്തൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും റിയാക്ഷൻ വീഡിയോക്കാർ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെച്ചൊന്ന് റിയാക്ട് ചെയ്യും. പക്ഷെ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ ഇവരൊക്കെ തന്നെ ഈ മീഡിയക്കാർ തന്നെ ഉണ്ടാക്കി എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കുന്നതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾ ഒരു കുഴപ്പമില്ലാതെ മാന്യമായിട്ടൊന്ന് വീഡിയോ ചെയ്ത് നോക്ക്, നിങ്ങൾ മാന്യമായിട്ടൊന്ന് നിന്ന് നോക്ക്, അപ്പോൾ നിങ്ങൾക്കറിയാം. പക്ഷെ അതൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള റീച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടം, അതാണ് കൂടുതൽ കാലം നിലനിൽക്കുന്നത് നിങ്ങൾക്കറിയാം. നല്ലതായിട്ട് നിങ്ങൾ നിന്നാൽ ഒരുപാട് നാൾ നിൽക്കരുത്, നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ നെഗറ്റീവ് എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സുധിച്ചേൻ്റെ കാര്യം പറഞ്ഞത് പറ്റിപ്പോയി, അത്രയേ ഉള്ളൂ, അതവിടെ തീർന്നു. അതിനെ ഇനിയിപ്പോൾ ന്യായീകരിക്കാൻ വന്നപ്പോഴത്തേക്ക് അതിനേക്കാൾ വലിയ മണ്ടത്തരങ്ങളാണ് ഇരുന്ന് പറയുന്നത്. ഒരു പൊട്ടത്തരം പറയും,
ആ പൊട്ടത്തരം ന്യായീകരിക്കാൻ വേണ്ടി അതിനേക്കാൾ വലിയ വലിയ പൊട്ടത്തരങ്ങൾ കൊണ്ടുവരും. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് വലിയൊരു പൊട്ടത്തരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യർക്കൊരു ചിരി പീസ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾക്ക് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് നിങ്ങളുടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ. അല്ലാതെ നിങ്ങളോടൊരു നേരത്തെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സ്നേഹവും ഇതൊക്കെ തോന്നുമായിരുന്നു, സഹതാപമൊക്കെ തോന്നുമായിരുന്നു. ഒരു പാവം പിടിച്ച പെൺകൊച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് കണ്ടാൽ നിങ്ങൾ പറയുന്നത് മക്കളെ വളർത്താൻ വേണ്ടിയാണ് നിങ്ങൾ മക്കളെ വളർത്താൻ വേണ്ടിയാണോ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത്? ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് മക്കളെ വളർത്താൻ വേണ്ടിയാണോ? നിങ്ങൾക്കൊരു കുഞ്ഞ് വളർന്നു വരുന്നുണ്ട്, നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു, രേഖ രതീഷിൻ്റെ മോൻ അങ്ങനെ ചോദിച്ചെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ അവർ ചെയ്തത് കൊണ്ടാണ് അവരോട് എടുത്തു വെച്ച് റിയാക്ട് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ. ആ കുഞ്ഞ് വലുതാകുമ്പോൾ അത് മൊത്തം അറിയും എന്ന് പറയുന്നത്. നിങ്ങളുടെ ആ കുഞ്ഞ് ഋതപ്പൻ അത് വളർന്ന് വലുതാകുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഇങ്ങനെയുള്ള കോലങ്ങളൊക്കെയാണോ കിടന്ന് കാണിച്ചതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് അവന് നാണം വരത്തില്ലേ? പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ പറഞ്ഞു എൻ്റെ ശരീരം ഞാൻ കാണിക്കും, എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ കാണിക്കാതിരിക്കുക ചെയ്യും. പിന്നെ സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ റിയാക്ട് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.